അടുത്ത ടോപ്പിക്കാണ് ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപേ ഒരു സ്ട്രക്ചർ ചാർട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എവറി കമ്പ്യൂട്ടർ പ്രോഗ്രാം ഹാസ് എ സ്ട്രക്ചർ, അതായത് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആൻഡ് ദി ഇന്റർ കണക്ഷൻസ് ബിറ്റ്വീൻ ദം. ഒരു പ്രോഗ്രാം എടുത്താൽ നമുക്കതിനെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആയിട്ടും അവ തമ്മിലുള്ള ഇന്റർ കണക്ഷനുമായിട്ടും ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രോഗ്രാമിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. നമുക്കൊരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ ചാർട്ട് ഈസ് യൂസ് ടു ഗ്രാഫിക്കലി റെപ്രസെന്റ് ദ സ്ട്രക്ചർ ഓഫ് എ പ്രോഗ്രാം. അപ്പോൾ ഈ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കൺസെപ്റ്റാണ് സ്ട്രക്ചർ ചാർട്ട്. സ്ട്രക്ചർ ചാർട്ടിൽ മൊഡ്യൂൾ ഈസ് റെപ്രസെന്റഡ് ബൈ എ ബോക്സ് വിത്ത് ഇറ്റ്സ് നെയിം റിട്ടൺ ഇൻസൈഡ്. ഒരു ബോക്സ്, അതിനുള്ള മൊഡ്യൂളിന്റെ പേര്. An arrow from module A to module B shows that module A invokes module B. B is called the subordinate of A and A is called the superordinate of B. അപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് ഒരു ആരോ മാർക്ക് ഉണ്ടെങ്കിൽ ബിയിലുള്ള എന്തെങ്കിലും ഒരു, അതായത് ബിയിനെ എയിൽ നിന്ന് നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. ബിയിലുള്ള ഒരു മെത്തേഡിനെ, അല്ലെങ്കിൽ ബി ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ബിനെ നമ്മൾ എന്റെ ഉള്ളിൽ നിന്നും കോൾ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ബിനെ പറയും സബോർഡിനേറ്റ് എന്ന് പറയും, അടിയിലുള്ള ആള്. എനെ പറയും സൂപ്പർഓർഡിനേറ്റ്, കോൾ ചെയ്ത ആള്. Arrows are labeled by parameters received by B and returned by B. അപ്പോൾ ബിയിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന, അതായത് സബോർഡിനേറ്റ് മൊഡ്യൂളിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന പാരാമീറ്റേഴ്സും ബിയിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന പാരാമീറ്റേഴ്സും നമ്മൾ ഈ ആരോയിൽ ലേബിൾ ചെയ്യും. അപ്പോൾ ലേബിൾ ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മൾ ഈ ആരോ മാർക്ക് ഒരു സർക്കിള് ടെയിലിൽ വരുന്ന ആരോ വെച്ചിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ സ്മോൾ arrows are used to indicate the direction of flow of the parameters. പാരാമീറ്റേഴ്സിന്റെ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ആരോസ്, സ്മോൾ ആരോസ് യൂസ് ചെയ്യും. ആ ആരോന്റെ ടെയിലിൽ നമ്മൾ സർക്കിൾസ് ഇടും. ഫിൽഡ് സർക്കിൾ ഇൻ ദ ടെയിൽ റെപ്രസെന്റ്സ് കൺട്രോൾ ഇൻഫർമേഷൻ ആൻഡ് ആൻ അൺഫിൽഡ് സർക്കിൾ അറ്റ് ദ ടെയിൽ റെപ്രസെന്റ്സ് ഡാറ്റ. അപ്പം നമ്മൾ ഫില്ല് ചെയ്യാത്ത സർക്കിൾ ആണെങ്കിൽ അത് ഡാറ്റേനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫില്ല് ചെയ്തതാണെങ്കിൽ അത് കൺട്രോളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ട്രക്ചർ ചാർട്ടിന്റെ എക്സാമ്പിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇതിൽ എത്ര ഫംഗ്ഷനുണ്ട്? 3 ഫംഗ്ഷൻ ഉണ്ട്. 4 ഫംഗ്ഷൻ ഉണ്ട്. മെയിൻ, റീഡ് നംസ്, മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, റീഡ് നംസ്, സോർട്ട് ആൻഡ് ഫൈനലി ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ നമ്മൾ റീഡ് നംസിനെ കോൾ ചെയ്യുന്നുണ്ട്, സോർട്ടിനെ കോൾ ചെയ്യുന്നുണ്ട്, അതുപോലെ ആഡിനെ കോൾ ചെയ്യുന്നുണ്ട്. സ്കാൻഎഫും പ്രിന്റ്എഫും നമ്മുടെ ഫംഗ്ഷൻ അല്ല, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വറീഡ് അല്ല. അതുപോലെ തന്നെ ഇതാണ് സോർട്ടിനുള്ളിൽ നിന്ന് സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനിനെ ഒരു ബോക്സ് ആയിട്ട് വരച്ചു. മെയിനിൽ നിന്നും റീഡ് നംസ്, സോർട്ട്, ആഡൻ, ഈ 3ലേക്കും ഇൻവൊക്കേഷൻ പോകുന്നുണ്ട്, കോൾ പോകുന്നുണ്ട്. അപ്പോൾ അതിന് 3നും നമ്മൾ ഓരോ ബോക്സ് ആയിട്ട് വരച്ചു. അതിലേക്കെല്ലാം ഓരോ ആരോ മാർക്ക് കൊടുത്തു. ഇനി മെയിനിൽ നിന്നും റീഡ് നംസിലേക്ക് പോകുമ്പോൾ എ എൻ എന്ന് പറയുന്ന 2 പാരാമീറ്റേഴ്സ് ആണ് പോകുന്നത്. റീഡ് നംസ് റിട്ടേൺ ചെയ്യുന്നതാണ് എയും എന്നും. ആൻഡ് മെയിനിൽ നിന്ന് സോർട്ടിലേക്ക് പോകുന്നുണ്ട്. സോർട്ടിനും 2 പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്തെടുക്കുന്നത് എയും എന്നും. റിട്ടേൺ വാല്യൂ എ ആണ്. ആഡനിലേക്ക് പോകുമ്പോഴും 2 നമ്പേഴ്സ് ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. റിട്ടേൺ വാല്യൂ സം ആണ്. സോർട്ടിൽ നിന്ന് സ്വിച്ചിലേക്ക് പോകുന്നത് എക്സും വൈയും ആണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ. തിരിച്ചു വരുന്നത് അതിന് സ്വാപ്പ് ചെയ്തിട്ടുള്ള, സ്വിച്ച് എന്ന് പറഞ്ഞാൽ സ്വാപ്പ് ചെയ്തിട്ടുള്ള എക്സും വൈയും ആണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ കൺട്രോൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എല്ലാം വൈറ്റ് സർക്കിൾസ് അല്ലെങ്കിൽ അൺഫിൽഡ് സർക്കിൾസ്. ഫിൽഡ് ആകുമ്പോൾ ഇത് ബ്ലാക്ക് ആവും. ഫിൽഡ് സർക്കിൾസ്. ഇതാണ് സ്ട്രക്ചർ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് കോമ്പോണൻസ്, തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ സ്ട്രക്ചർ ചാർട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈനിൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്ത 2 കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിലെ മൊഡ്യൂൾസ്. നമ്മൾ ഈ ഓരോ ബോക്സിനെ ഒരു മൊഡ്യൂൾ എന്നാണ് വിളിച്ചത്. അപ്പോൾ ഈ മൊഡ്യൂൾസ് ഒരു 4 ടൈപ്പ് ഉണ്ട്. ഇൻപുട്ട് മൊഡ്യൂൾസ്, ഔട്ട്പുട്ട് മൊഡ്യൂൾസ്, ട്രാൻസ്ഫർ മൊഡ്യൂൾസ് ആൻഡ് കോർഡിനേഷൻ മൊഡ്യൂൾസ്, കോർഡിനേറ്റ് മൊഡ്യൂൾസ്. ഇൻപുട്ട് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബോർഡിനേറ്റ്, താഴെയുള്ള മൊഡ്യൂളിൽ നിന്നും ഡാറ്റ എടുത്തിട്ട് മുകളിലുള്ള മൊഡ്യൂളിന് പാസ് ചെയ്യുന്ന ആൾ, അവയാണ് ഇൻപുട്ട് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് മൊഡ്യൂൾ എന്ന് പറയുന്നത്
മുകളിലുള്ള മൊഡ്യൂളിൽ നിന്ന് സൂപ്പർ ഓർഡിനേറ്റ് മൊഡ്യൂളിൽ നിന്ന് സബ് ഓർഡിനേറ്റ് മൊഡ്യൂളിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്ന ആളെയാണ് ഔട്ട്പുട്ട് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോം മൊഡ്യൂൾ എന്ന് പറയുന്നത് ഈ ഡാറ്റ എടുത്തിട്ട് ഒരു മൊഡ്യൂളിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്ത് വേറൊരു ഫോമിൽ ഇൻപുട്ട് മൊഡ്യൂൾസും ഔട്ട്പുട്ട് മൊഡ്യൂൾസും എന്ന് പറഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യുന്ന ഡാറ്റ എന്താണോ അത് അതേപടി അപ്പുറത്തേക്ക് പാസ് ചെയ്ത് കൊടുക്കും വിത്തൗട്ട് ചേഞ്ച്. ട്രാൻസ്ഫോം മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ടിൽ കിട്ടുന്ന ഡാറ്റേനെ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടായിരിക്കും വേറൊരു മൊഡ്യൂളിന് പാസ് ചെയ്ത് കൊടുക്കുന്നത്. കോർഡിനേറ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്ന മൊഡ്യൂൾസാണ് കോർഡിനേറ്റ് മൊഡ്യൂൾസ്. ഇനി ഡയഗ്രത്തിൽ നമ്മൾ എയിൽ നിന്നും സിനെയും ഡിനെയും റിപ്പീറ്റഡ് ആയിട്ട് ഒരു ലൂപ്പിൻ്റെ ഉള്ളിലായിട്ട് ഇൻവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനൊരു ആർക്ക് വെച്ചിട്ടാണ്. ഒരു ലൂപ്പ് നമ്മൾ വരയ്ക്കും ഡയഗ്രത്തിൽ. അതുപോലെ തന്നെ സി ആണോ ഡി ആണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് ഒരു ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളിതൊരു ഡയമണ്ട് സിമ്പിൾ ഇട്ടിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ എയിൽ നിന്നൊരു ഡിസിഷൻ ഉണ്ട്, ഡിസിഷൻ്റെ ഒരു സൈഡിൽ സീനെ ഇൻവോക്ക് ചെയ്യും, മറ്റേ സൈഡിൽ ഡീനെ ഇൻവോക്ക് ചെയ്യും. അതൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഇഫിൻ്റെ ഉള്ളിൽ സീനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്, എൽസിൽ ഡി ആണെങ്കിൽ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ വരയ്ക്കാം. ഈ സ്ട്രക്ചർ ഡിസൈനിൽ വരുന്നത് ഗോൾ ഓഫ് ഡിസൈൻ ഈസ് ടു പ്രൊഡ്യൂസ് എ മോഡുലാർ പാർട്ടീഷനിങ് വിത്ത് ലോ കപ്ലിംഗ് ആൻഡ് ലോ കൊഹിഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മോഡുലാരിറ്റി എന്താണ്, കപ്ലിംഗ് എന്താണ്, കൊഹിഷൻ എന്താണ്. കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആണ്. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൊഡ്യൂളിൻ്റെ ഉള്ളിലെ പ്ലേസ്മെൻറ്റ് എത്രത്തോളം കറക്റ്റ് ആണ്, മൊഡ്യൂളിൻ്റെ ഉള്ളിലെ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും ഫംഗ്ഷൻസിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ് എത്രത്തോളം കറക്റ്റ് ആണ്. അപ്പോൾ ഹൈ കൊഹേഷനുള്ള പ്ലേസ്മെൻറ്റ് നല്ലോണം കറക്റ്റായ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് വളരെ കുറഞ്ഞ ഒരു മോഡുലാർ ആയിട്ടുള്ള പാർട്ടീഷനിങ് ആണ് നമ്മുടെ ഉദ്ദേശം, ഡിസൈനിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇൻ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ ദ ഓവറോൾ പ്രോഗ്രാം ഈസ് പാർട്ടീഷൻ ഇൻ ടു ഫംഗ്ഷൻസ്. ഇപ്പോൾ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈനിൽ നമ്മളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആയിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഗൈഡ് ലൈൻസ് ഫോർ പ്രൊഡ്യൂസിങ് എ സ്ട്രക്ചർ ചാർട്ട്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാമാറ്റിക് റിപ്രസെൻറ്റേഷൻ ആണ് സ്ട്രക്ചർ ചാർട്ട്. അപ്പോൾ ഈ സ്ട്രക്ചർ ചാർട്ട് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നാണ് ഒരു ഗൈഡ് ലൈൻ ആണ് ഇത്. ഇതൊരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ഒന്നുമല്ല. ഇത് ഫോളോ ചെയ്താൽ നമുക്കൊരു സ്ട്രക്ചർ ചാർട്ട് കിട്ടാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത് റീസ്റ്റേറ്റ് ദ പ്രോബ്ലം ആൻഡ് ഡ്രോ ഫ്ലോ ഡയഗ്രാം. ഐഡന്റിഫൈ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡാറ്റ എലമെന്റ്സ്. ഫസ്റ്റ് ലെവൽ ഫാക്ടറിങ് ആൻഡ് ഫാക്ടറിങ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് ട്രാൻസ്ഫോം ബ്രാഞ്ചസ്. ഇങ്ങനെ 4 സ്റ്റേജസ് ആണ്. 4 സ്റ്റേജ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോബ്ലത്തിനെ ഒരു DFT ആയിട്ട് ഡാറ്റ ഫ്ലോ ഡയഗ്രാം ആയിട്ട് വരയ്ക്കുക. ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് വേർഡ് കൗണ്ടിങ് പ്രോബ്ലം ആണ്. വേർഡ് കൗണ്ടിങ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിൽ ഒരു ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിലുള്ള ഓരോ വേർഡിൻ്റെയും കൗണ്ട് എത്രയാണ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഡാറ്റ ഫ്ലോ ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗെറ്റ് വേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിംഗ് കോമ്പോണന്റ് ഉണ്ട്. അതിന് ഇൻപുട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് വേർഡ് ലിസ്റ്റ് ആകും. ആ വേർഡ് ലിസ്റ്റിനെ സോർട്ട് ദ ലിസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അത് സോർട്ടഡ് ആവും, സോർട്ടഡ് വേർഡ്സ് ആക്കും മാറ്റും. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യാണല്ലോ, അപ്പോൾ സോർട്ടഡ് ആക്കി കഴിഞ്ഞാൽ കൗണ്ടിങ് എളുപ്പമാവും. നമ്മൾ അടുത്തടുത്തുള്ള കൗണ്ട്സ് മാത്രം എടുത്താൽ മതി. മറ്റേ നമ്മൾ റാൻഡം ആയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കൗണ്ട് ചെയ്യണം. അപ്പോൾ കൗണ്ട്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ് സോർട്ട് ദ ലിസ്റ്റ് എന്ന് പറയുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ സോർട്ടഡ് ലിസ്റ്റ് കിട്ടും, സോർട്ടഡ് വേർഡ് ലിസ്റ്റ് കിട്ടും. ആ സോർട്ടഡ് വേർഡ് ലിസ്റ്റിനെ നമ്മൾ കൗണ്ടിങ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കൗണ്ട് ചെയ്തിട്ട് കൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പ്രിന്റ് ദ കൗണ്ട് എന്നുള്ളത് ആ കൗണ്ടിനെ പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ശരിക്കും നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ഫയലാണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൗണ്ടാണ്. പക്ഷെ നമ്മൾ ഇതിനെ സ്ട്രക്ചർ ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡാറ്റ എലമെന്റ്സ് ആണ്. ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞു, റീസ്റ്റേറ്റ് ദ പ്രോബ്ലം ആസ് എ ഡാറ്റ ഫ്ലോ ഡയഗ്രാം, അത് ഓക്കെയാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഐഡന്റിഫൈ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അബ്സ്ട്രാക്ട് ഇൻപുട്ട് ആൻഡ് അബ്സ്ട്രാക്ട് ഔട്ട്പുട്ട് ആണ്. അപ്പോൾ മോസ്റ്റ് അബ്സ്ട്രാക്ട് ഇൻപുട്ട്, മോസ്റ്റ് അബ്സ്ട്രാക്ട് ഔട്ട്പുട്ട്, അതിനാണ് MAIയും MAOയും. ഇപ്പോൾ മോസ്റ്റ് അബ്സ്ട്രാക്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ടിന്റെ ഫ്ലോ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഫയലാണ് ഇൻപുട്ട്, ഇവിടെ വേർഡിന്റെ ലിസ്റ്റ് ആണ് ഇൻപുട്ട്, ഇവിടെ സോർട്ടഡ് വേർഡ് ലിസ്റ്റ് ആണ്. അത് ട്രാൻസ്ഫോർമേഷന് തൊട്ട് മുന്നേ കിട്ടേണ്ട ഇൻപുട്ട് അതിനെയാണ്. അത് ആക്ച്വൽ ഇൻപുട്ട് ഫയലാണ്, പക്ഷെ ട്രാൻസ്ഫോർമേഷന് തൊട്ട് മുന്നേ വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് സോർട്ടഡ് വേർഡ് ലിസ്റ്റ് ആണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇൻപുട്ടിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് ഇൻപുട്ട് എന്ന് പറയുന്നത്, മോസ്റ്റ് അബ്സ്ട്രാക്ട് ഇൻപുട്ട്. അതായത് ഈ സ്റ്റേജിൽ നിന്നും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് പോകും. അതായത് ഔട്ട്പുട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപേ ഉള്ള ഇൻപുട്ട്, അതിനാണ് മോസ്റ്റ് അബ്സ്ട്രാക്ട് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതുപോലെ മോസ്റ്റ് അബ്സ്ട്രാക്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൻ്റെ ആ ലെവൽസിലുള്ള ആദ്യത്തെ ഔട്ട്പുട്ട്. ഇവിടെ നമുക്ക് കൗണ്ട് മാത്രമേ ഉള്ളൂ. കൗണ്ടാണ് നമ്മുടെ മോസ്റ്റ് അബ്സ്ട്രാക്ട് ഔട്ട്പുട്ട്. ഇത് രണ്ടും ഐഡന്റിഫൈ എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അപ്പോൾ ഇത് രണ്ടും ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ഇതിനെ സ്ട്രക്ചർ ചാർട്ടായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരിക. അപ്പോൾ നമ്മൾ ഈ മെയിൻ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് മൊഡ്യൂളാണ്. ഇതാണ് ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്, ബാക്കി എല്ലാ ആക്ഷൻസും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇനി
നമ്മുടെ ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ അബ്സ്ട്രാക്ട് ഇൻപുട്ട് ജനറേറ്റ് ചെയ്യുന്ന ഇത്രയും ഭാഗത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മൊഡ്യൂൾ ഉണ്ട്. ഈ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മൊഡ്യൂൾ ഉണ്ട്. ആൻഡ് ഔട്ട്പുട്ട് ജനറേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മൊഡ്യൂൾ ഉണ്ട്. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗെറ്റ് സോർട്ടഡ് വേർഡ് ലിസ്റ്റ് എന്നാണ് ആദ്യത്തെ മൊഡ്യൂളിൻ്റെ പേര്. കൗണ്ട് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് വേർഡ്സ്, ഇതാണ് പ്രോസസ്സിങ്. അപ്പോൾ ഇതൊരു പ്രോസസ്സിംഗ് മൊഡ്യൂളാണ്, ഇത് ഇൻപുട്ട് മൊഡ്യൂളാണ്, ഇത് ഔട്ട്പുട്ട് മൊഡ്യൂളാണ്, ഇത് കോർഡിനേഷൻ മൊഡ്യൂളാണ്. അപ്പോൾ 4 മൊഡ്യൂൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇൻപുട്ട് മൊഡ്യൂൾ സോർട്ടഡ് വേർഡ് ലിസ്റ്റ് ആണ് കൊടുക്കുന്നത്. അത് നമ്മൾ കൗണ്ട് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് വേർഡ്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് ആയിട്ട് തിരിച്ചു കിട്ടും. സോർട്ടഡ് വേർഡ് ലിസ്റ്റിനെ ഇൻപുട്ടായി എടുത്തിട്ട് കൗണ്ട് ആയിട്ട് റിട്ടേൺ തരും. ഈ കൗണ്ടിന് ഔട്ട്പുട്ട് കൗണ്ട് എന്ന് പറയുന്ന മൊഡ്യൂളിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ 4 മൊഡ്യൂളാണ്. ഇനി അടുത്ത സ്റ്റേജിൽ, 4ാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് ഏതിനെങ്കിലും ഫർദർ റീഫാക്ടറിങ്, അതായത് ഫർദർ ഡിവിഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഔട്ട്പുട്ട് കൗണ്ട് എന്ന് പറയുന്ന മൊഡ്യൂളിന് വേറെ ഫർദർ ഫാക്ടറിങ് ആവശ്യമില്ല. അത് കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ ഉദ്ദേശമുള്ളൂ. പക്ഷേ ഗെറ്റ് സോർട്ടഡ് വേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിന് ഫർദർ ഫാക്ടറിങ് ആവശ്യമാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഫയലാണ്. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻപുട്ട്, നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് സോർട്ടഡ് വേർഡ് ലിസ്റ്റ് ആണ്. അപ്പം ആ ഫയലിൽ നിന്നും സോർട്ടഡ് വേർഡ് ലിസ്റ്റ് എങ്ങനെ വരുന്നു എന്ന് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഫസ്റ്റ് ലെവൽ ഫാക്ടറിംഗ് എന്ന് പറയാം. അതായത് ഏറ്റവും നമ്മൾ ലെവൽ 0 DFT എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള ഫാക്ടറിംഗ് ആണിത്. അപ്പോൾ ഇതാണ് ഓവറോൾ വ്യൂ. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഓവറോൾ സ്ട്രക്ചർ ഇതാണ്. ഞാൻ അതിനെ ഫാക്ടർ ചെയ്ത്, അപ്പം നമ്മൾ ആ ഇൻപുട്ട് മൊഡ്യൂളിനെ ഫാക്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ഫാക്ടറിംഗ് ആണിത്. അപ്പോൾ ഇതാണ് കോർഡിനേഷൻ മൊഡ്യൂൾ, ഗെറ്റ് സോർട്ടഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗെറ്റ് എ വേർഡ്, ആഡ് വേർഡ് ടു ലിസ്റ്റ്, ഇങ്ങനെ 2 മൊഡ്യൂൾ ഇവിടെയുണ്ട്. ഗെറ്റ് വേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഇവിടെയുണ്ട്. അപ്പം സോർട്ടഡ് ലിസ്റ്റ്, ഗെറ്റ് സോർട്ടഡ് ലിസ്റ്റ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഇതിനെ ഇൻവോക്ക് ചെയ്യുന്നു. ഗെറ്റ് വേർഡ് ലിസ്റ്റിനെ, ഗെറ്റ് വേർഡ് ലിസ്റ്റ് ഗെറ്റ് എ വേർഡ് എന്ന് പറയുന്ന മൊഡ്യൂളിനെ ഇൻവോക്ക് ചെയ്യുന്നു. ഇതൊരു ഇൻപുട്ട് മൊഡ്യൂളാണ്. ഈ ഇൻപുട്ട് മൊഡ്യൂൾ ഫയലിൽ നിന്നും ഒരു വേർഡ് എടുത്തിട്ട് ഗെറ്റ് വേർഡ് ലിസ്റ്റിന് കൊടുക്കും. അപ്പോൾ ഗെറ്റ് എ വേർഡ് ലിസ്റ്റ് അത് ആഡ് ടു വേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിന് കൊടുക്കും. അപ്പോൾ അത് വേർഡ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. വേർഡ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കും. അങ്ങനെ കിട്ടുന്ന ഫൈനൽ വേർഡ് ലിസ്റ്റ് ഇത് ലൂപ്പിംഗ് ആണ്. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും. ഫയലിലെ എല്ലാ വേർഡും എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് വേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടും. ആ വേർഡ് ലിസ്റ്റ് നമ്മൾ ഗെറ്റ് സോർട്ടഡ് ലിസ്റ്റിന് കൊടുക്കും. ആ വേർഡ് ലിസ്റ്റ് നമ്മൾ സോർട്ട് എന്ന് പറയുന്ന മൊഡ്യൂളിൽ പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ സോർട്ടിൽ നിന്ന് അത് സോർട്ടഡ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഇതാണ് ഇൻപുട്ട് മൊഡ്യൂളിൻ്റെ റീഫാക്ടറിങ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന സോർട്ടഡ് വേർഡ് ലിസ്റ്റാണ് നമ്മൾ മെയിനിന് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തത് സെൻട്രൽ ട്രാൻസ്ഫോം, അതായത് കൗണ്ടിങ് എന്നുള്ള ഫംഗ്ഷൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അത് ഇവിടെ കൗണ്ട് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് വേർഡ്സ് എന്നുള്ള ഒരു കോർഡിനേഷൻ മൊഡ്യൂൾ വന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തത് ഗെറ്റ് എ വേർഡ് എന്നുള്ളതാണ്. ഗെറ്റ് എ വേർഡ് എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേർഡ് ലിസ്റ്റ് ആദ്യം പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വേർഡ് ലിസ്റ്റിൽ നിന്ന് ഒരു വേർഡ് തിരിച്ചു വരും. ആ വേർഡ് നമ്മൾ കൗണ്ട് ചെക്കിങ്ങിനുള്ള സെയിം ആസ് പ്രീവിയസ് എന്നുള്ളൊരു ചെക്കിംഗ് മൊഡ്യൂളിന് കൊടുക്കും. അപ്പോൾ സെയിം ആസ് പ്രീവിയസ് എന്നുള്ള ചെക്കിംഗ് മൊഡ്യൂൾ അതെടുത്തിട്ട് മുൻപത്തെ വേർഡുമായിട്ട് കമ്പയർ ചെയ്ത് സെയിം ആണെങ്കിൽ ഒരു ഫ്ലാഗ് തിരിച്ചു കൊടുക്കും, ഒരു കൺട്രോൾ ഇൻഫർമേഷൻ. അപ്പോൾ ആ കൗണ്ട്, അപ്പോൾ കറണ്ട് കൗണ്ട്, ഇൻക്രിമെന്റ് കൗണ്ട് എന്നുള്ളതിന് ഈ ഫ്ലാഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അപ്പോൾ ഇവിടെ ഒരു ഡിസിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലാഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഇൻക്രിമെന്റ് കൗണ്ട് എന്നുള്ള മൊഡ്യൂളിനെ ഇൻവോക്ക് ചെയ്യും കറണ്ട് കൗണ്ട് വെച്ചിട്ട്. ആ കറണ്ട് കൗണ്ടിനെ ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഇൻക്രിമെന്റ് കൗണ്ട് തിരിച്ച് കൗണ്ട് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് വേർഡ്സിന് തിരിച്ചു കൊടുക്കും. ഇതൊരു ലൂപ്പിംഗ് ആക്ടിവിറ്റി ആയിട്ട് ഇങ്ങനെ നടക്കും. ഈ വേർഡ് ലിസ്റ്റിലുള്ള എല്ലാ വേർഡും തീരുന്നോളം വരെ ഇതിങ്ങനെ നടക്കും. അപ്പോൾ ഔട്ട്പുട്ട് മൊഡ്യൂളിന് റീഫാക്ടറിങ് ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ റീഫാക്ടർ ചെയ്യില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ചാർട്ട് വരയ്ക്കുന്നത് നമുക്ക് കിട്ടുന്ന പ്രോബ്ലത്തിൽ നിന്നും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ, അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് ഫംഗ്ഷൻ ഡിസൈൻ. ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈനിൽ നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിനെ ഫംഗ്ഷൻസ് ആയിട്ട് മാറ്റാനാണ് നോക്കുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനിൽ നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിനെ ഒബ്ജക്ട്സ് ആയിട്ട് എങ്ങനെ മാറ്റാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനിൽ പല കൺസെപ്റ്റും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ ടെർമിനോളജി മാത്രം പറഞ്ഞു പോവാം. ഒന്ന് ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ്. നമുക്കറിയാം ക്ലാസ് എന്ന് പറയുന്നത് ബ്ലൂ പ്രിന്റ് ആണ്, ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ്. ഇതിൽ വരുന്ന ടൈംസ് ഇതൊക്കെയാണ്. അസോസിയേഷൻ, അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ 2 ഒബ്ജക്ട്സ് തമ്മിൽ അസോസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ വൺ ക്ലാസ് യൂസസ് മെത്തേഡ് ഓർ വേരിയബിൾസ് ഇൻ അനദർ ക്ലാസ്. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിലെ ക്ലാസസിനെ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ 2 ഒബ്ജക്റ്റ് തമ്മിൽ അസോസിയേഷൻ ഉണ്ട്. വിസിബിലിറ്റി അപ്പോൾ വരുന്നതാണ്. അപ്പം രണ്ടാമത്തെ ഒബ്ജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റിന് വിസിബിൾ ആയിട്ട് വരുന്നത്, നമ്മൾ ആക്സസ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് പഠിച്ചതാണ്.
ഇനി അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ when an object is inside another object and cannot exist without the container. ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ വരുന്ന കേസ് അതിനാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റ് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസിൽ വരുന്നതാണ് സബ് ക്ലാസ്, ഡിറൈവ്ഡ് ക്ലാസ്. അപ്പം സബ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ആയി വന്ന ക്ലാസ്സിനാണ് സബ് ക്ലാസ് എന്ന് പറയുന്നത്. സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ്, പാരന്റ് ക്ലാസ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ്. ഇനി അടുത്ത് സ്ട്രിക്റ്റ് ഇൻഹെറിറ്റൻസ്. സ്ട്രിക്റ്റ് ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ പാരന്റ്സ് ഫീച്ചേഴ്സ് ആർ നോട്ട് റീഡിഫൈൻഡ് ഇൻ ദി സബ് ക്ലാസ്. സബ് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പാരന്റിലുള്ള മെത്തേഡ്സും വേരിയബിൾസും ഒന്നും നമ്മൾ റീഡിഫൈൻ ചെയ്യില്ല, അത് അതേപടി യൂസ് ചെയ്യും. അതാണ് സ്ട്രിക്റ്റ് ഇൻഹെറിറ്റൻസ്. നോൺ സ്ട്രിക്റ്റ് ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ സം പാരന്റ് ഫീച്ചേഴ്സ് ആർ റീഡിഫൈൻഡ്. അത് പാരന്റിൽ നിന്ന് പാസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ റീഡിഫൈൻ ചെയ്യും. ഓവർലോഡിങ് എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഓവർ റൈഡിങ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ്. ഇനി അടുത്താണ് പോളിമോർഫിസം. പോളിമോർഫിസത്തിൽ വരുന്നതാണ് ഓവർലോഡിങ്, ഡൈനാമിക് ബൈൻഡിങ്. ഒരു ഫംഗ്ഷൻ നെയിം തന്നെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യുക, അതാണ് പോളിമോർഫിസം. ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നെയിം തന്നെ ഡിഫറെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് കാരണം ആ ഫംഗ്ഷൻ്റെ ആക്ച്വൽ കോള് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ആക്ച്വൽ ഡെഫിനേഷൻ ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പം ആഡ് എ ഉണ്ട്, ആഡ് എ ബി സി ഉണ്ട്. രണ്ടിൻ്റെ പേര് സെയിം ആണ്, ആഡ് തന്നെയാണ്. ആഡ് എ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു വാല്യൂവിനോട് എയും കൂടെ ആഡ് ചെയ്യുക. ആഡ് എ ബി സി എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും കൂടെ ആഡ് ചെയ്യുക. ഇപ്പോൾ രണ്ടിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആണ്, രണ്ടിൻ്റെ വർക്കിംഗ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഏത് ഫംഗ്ഷനാണ്, ഇതിൻ്റെ ഏത് ഡെഫിനേഷനാണ് ഉദ്ദേശിച്ചത്, 3 ആഡ് ചെയ്യാനുള്ളതാണോ 1 ആഡ് ചെയ്യാനുള്ളതാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആക്ച്വൽ കോൾ നോക്കിയിട്ടാണ്. ആക്ച്വൽ കോളും ആക്ച്വൽ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സും നോക്കിയിട്ടാണ്. അപ്പോൾ ഇതിനാണ് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. അത് കോൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക്, ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഫംഗ്ഷൻ്റെ, ആ മെത്തേഡിൻ്റെ ഡെഫിനേഷൻ ഏതാണ് എന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. അടുത്ത യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതൊരു ലാംഗ്വേജ് ആണ്. ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഫോർ റെപ്രസെന്റിംഗ് ക്ലാസസ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്. നമ്മൾ സ്ട്രക്ചർഡ് ഡയഗ്രാം പറഞ്ഞ പോലെ ക്ലാസസിനെയും ക്ലാസസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് UML, യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്. നമ്മൾ നേരത്തെ ഒരു ഫംഗ്ഷനെ ഒരു ബോക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെയും ഒരു ക്ലാസ് നമ്മളൊരു ബോക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യും. ബോക്സിന് ഒരു ടൈറ്റിൽ ഉണ്ടാവും, ക്ലാസിന്റെ പേരായിരിക്കും ടൈറ്റിൽ, അതിന്റെ മെത്തേഡ്സും വേരിയബിൾസും ഒക്കെ അതിന്റെ താഴെ ഒരു സെക്ഷൻ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അതാണ് UML എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ഇത്ര അറിഞ്ഞാൽ മതി. ഇനി അടുത്തത് സീക്വൻസ് ഡയഗ്രാം ഷോസ് ദ ഇവന്റ്സ് ആൻഡ് ഇന്ററാക്ഷൻസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് എ സിസ്റ്റം. അപ്പോൾ UML എന്ന് പറയുന്നത് എന്തൊക്കെ ക്ലാസ് ആണ് ഇതിലുള്ളത്. ഇനി ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പം ഈ ക്ലാസ്സസ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് ഒരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിട്ട് ഏതൊക്കെ ക്ലാസ്സസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക, അതാണ് സീക്വൻസ് ഡയഗ്രാം എന്ന് പറയുന്നത്. അത് റെപ്രസെന്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സീക്വൻസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഫംഗ്ഷൻ മോഡൽ റെപ്രസെന്റ്സ് ഹൗ ആൻ ഔട്ട്പുട്ട് ഈസ് ക്രിയേറ്റഡ് ഫ്രം ആൻ ഇൻപുട്ട്. ഒരു ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ട് എങ്ങനെ, അതിന്റെ ഫ്ലോ എങ്ങനെയാണ്, ഇപ്പോൾ ഫ്ലോ ചാർട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ കൺസെപ്റ്റ്, അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ മോഡൽ എന്ന് പറയുന്നത്. അതിന് 3 ഓരോ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ക്ലാസ് ഡയഗ്രാം. നമ്മൾ നേരത്തെ കണ്ട വേർഡ് കൗണ്ടിങ് പ്രോബ്ലം, അതിന്റെ ക്ലാസ് ഡയഗ്രാം എങ്ങനെയാണ് വരിക. അപ്പോൾ അതിനെ ക്ലാസ്സസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. ഫയലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ് എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്, കൗണ്ടർ, ഹിസ്റ്ററി, ഇങ്ങനെ 4 ക്ലാസ്സസ് ആണ് ഇവർ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് തമ്മിലുള്ള ഇന്ററാക്ഷൻസും ആണിത്. ഇതിൽ ഫയൽ എന്നുള്ളത്, ഇത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന കാര്യം ഇതിന്റെ പേരാണ്, ഈ ക്ലാസിന്റെ പേരാണ്. രണ്ടാമത്തത് ഈ ക്ലാസ്സിലുള്ള വേരിയബിൾസ് ആണ്. മൂന്നാമത്തെ ക്ലാസ്സിലുള്ള മെത്തേഡ്സ് ആണ്. ഓക്കെ, ഇവിടെ ഇത് രണ്ടും രണ്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് UML ഡയഗ്രാം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇതാണ് സീക്വൻസ് ഡയഗ്രാം. സീക്വൻസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഈവൻസ് വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ആക്ഷൻ നടക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിന്റെ സീക്വൻസ് ഡയഗ്രാം അല്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്ന് പറയാനുള്ളതാണ്. അപ്പൊ ആദ്യം മെനു എടുക്കുന്നു, കസ്റ്റമർ വരുന്നു, കസ്റ്റമർ വന്നതിന് ശേഷം മെനു റീഡ് ചെയ്യുന്നു, മെനു റീഡ് ചെയ്തതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യുന്നു, കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഈ മെനു എന്ന് പറയുന്ന ഒരു ക്ലാസ് ആയിരിക്കും, കസ്റ്റമർ വേറൊരു ക്ലാസ് ആയിരിക്കും, ഓർഡർ വേറൊരു ക്ലാസ് ആയിരിക്കും, ബില്ല് ഒരു ക്ലാസ് ആയിരിക്കും, കിച്ചൺ ഒരു ക്ലാസ് ആയിരിക്കും. ഓക്കെ, അപ്പം കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്യുന്നു, അപ്പോൾ ആ ഓർഡർ കിച്ചണിലേക്ക് പോകുന്നു, കിച്ചണിൽ നിന്നും ഡിഷ്
തിരിച്ചു വരുന്നു. ആ ഓർഡർ കസ്റ്റമറിന് സർവ് ചെയ്യുന്നു. കസ്റ്റമർ ബില്ല് ചോദിക്കുന്നു. അപ്പോൾ ബില്ല് പ്രിപ്പയർ ചെയ്യാനുള്ള റിക്വസ്റ്റ് പോകുന്നു. ബില്ല് പ്രിപ്പയർ ആയിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് ബില്ല് കസ്റ്റമർക്ക് കൊടുക്കുന്നു. കസ്റ്റമർ ബില്ല് പേ ചെയ്യുന്നു. ആ ബില്ല് റിഫ്ലക്ട് ചെയ്യുന്നു. ബിൽ പേയ്മെന്റ് റിഫ്ലക്ട് ചെയ്യുന്നു സിസ്റ്റത്തിൽ. അപ്പോൾ ഇതാണ് ഒരു സീക്വൻസ് ഡയഗ്രാം. നമ്മുടെ സിസ്റ്റത്തിലുള്ള ആക്ടിവിറ്റീസ്, ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സക്സസ്ഫുൾ ഇവന്റിന്റെ സീക്വൻസ് ഡയഗ്രാം ആണ്. ഇതിന്റെ ഇടയ്ക്ക് ഈ പ്ലേസ് ഓർഡറിന്റെ സമയത്ത് കിച്ചണിലേക്ക് പോയി കഴിയുമ്പോൾ കിച്ചണിൽ അതിനുള്ള ആ ഡിഷ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഡിഷ് തീർന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരു എക്സെപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ എക്സെപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതിനെ ഡൈനാമിക് മോഡലിംഗ് എന്നാണ് പറയാം. കാരണം ഇത് ഡൈനാമിക് ആയിട്ട് നടക്കുന്നതാണ്. ഇവന്റ്സും അതിന്റെ റെസ്പോൺസും. ഒരു ഇവന്റ് വന്നാൽ എന്ത് റെസ്പോണ്ട് ചെയ്യണം, അങ്ങനെയാണ് അതിന്റെ ആ ഒരു സീക്വൻസ് കാണിക്കുന്നതാണ് സീക്വൻസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫംഗ്ഷൻ മോഡലിംഗ് ആണ്. ഇത് നമ്മൾ വീണ്ടും നമ്മുടെ വേർഡിന്റെ എക്സാമ്പിളിലേക്ക് വരികയാണ്. ഫംഗ്ഷൻ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, അതിന്റെ ആക്ച്വൽ ഫ്ലോ ഓഫ് ഇതാണ് കാണിക്കുന്നത്. നമ്മളിവിടെ കൊടുക്കുന്നത് ഫയൽ നെയിം ആണ് ഇൻപുട്ട്. നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് വേർഡ്സ് ആണ്. അപ്പോൾ ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഫയൽ റീഡ് ചെയ്യുന്നു, അത് ക്യാരക്ടേഴ്സ് ആയിട്ട് മാറ്റുന്നു, ക്യാരക്ടേഴ്സിൽ നിന്നും വേർഡായിട്ട് മാറ്റുന്നു, വേർഡിൽ നിന്നും ഓരോ വേർഡും വെച്ചിട്ട് യുണീക്നെസ് ചെക്ക് ചെയ്യുന്നു, സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, അത് ഇൻക്രിമെന്റ് ചെയ്യുന്നു, നമ്പർ ഓഫ് വേർഡ്സ് എന്നുള്ള ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതാണ് ഫംഗ്ഷൻ മോഡലിംഗ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ നമ്മൾ ചെയ്യുന്നത് ഈ UML ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണ്. UML ഡയഗ്രാം വരയ്ക്കുന്നു, സീക്വൻസ് ഡയഗ്രാം വരയ്ക്കുന്നു, ഫംഗ്ഷൻ മോഡലിംഗ് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈനിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് അപ്രോച്ചാണ്, രണ്ടല്ല, ജനറലി ഇങ്ങനെ രണ്ട് അപ്രോച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ട് അപ്രോച്ചിനെ കുറിച്ചും ഓവറോളായിട്ട് അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഇനിയിപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഡീറ്റെയിൽ ഡിസൈൻ എന്നുള്ള കൺസെപ്റ്റാണ്. ഡീറ്റെയിൽ ഡിസൈനും പിന്നെ ഇതിൻ്റെ കുറച്ച് അളവുകളുണ്ട്. ഈ ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈനിൻ്റെയും മെട്രിക്സ് ഡിസൈൻ്റെ അതിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യാനുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്, ആ രണ്ട് ടോപ്പിക്കാണ് അടുത്ത സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.